ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സമവായമായ വിവരം സുപ്രീം കോടതിയെ അറിയിച്ചു. ചാൻസലർ കൂടിയായ ഗവർണറാണ് കോടതിയെ വിവരം അറിയിച്ചത്. സിസ തോമസിനെയും സജി ഗോപിനാഥിനെയും നിയമിച്ച ഉത്തരവും കൈമാറി. ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് നടപടി. ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, നാളെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നതിന് മുന്നോടിയാണ് ഇവിടെ കേരളത്തിൽ തന്നെ ഗവർണറും സർക്കാരും തമ്മിൽ ഒരു നീക്കുപോക്കുണ്ടായിരിക്കുന്നത്, ഒരു ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നത്. ഇക്കാര്യം ഗവർണർ തന്നെ നേരിട്ട് കമ്മിറ്റിയെ, സമിതിയെ അറിയിക്കുകയാണോ ചെയ്തത്? ഇപ്പോൾ ഗവർണർ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ ഇക്കാര്യം അറിയിക്കുകയാണ് ചെയ്തത്. കാര്യം നാളേക്കുള്ളിൽ ഗവർണർ ഈ ചാൻസലർ നിയമിച്ചില്ലെങ്കിൽ, സംസ്ഥാനത്ത് സമവായമായില്ലെങ്കിൽ തങ്ങൾ നേരിട്ട് നിയമിക്കും എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു സുപ്രീം കോടതി നേരത്തെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് സൂര്യ അധ്യക്ഷനായ സമിതിയോട് രണ്ട് സർവകലാശാലയിലേക്കും, ഡിജിറ്റൽ സർവകലാശാലയിലേക്കും KTUവിലേക്കും ഒറ്റ പേര് മാത്രം സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ സൂര്യ കമ്മിറ്റി സുപ്രീം കോടതിയുടെ നിർദ്ദേശ അനുസരിച്ച് ആ പേര് സമർപ്പിക്കാൻ ഇരിക്കെയാണ് ഇത്തരത്തിൽ സമവായമായ വിവരം അറിയിച്ചിരിക്കുന്നത്. ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ജസ്റ്റിസ് പർദിവാലയുടെ ബെഞ്ചിൽ ഇന്നലെ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവിടെ സമവായമാകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഇന്നലെ ചൂണ്ടിക്കാട്ടിച്ചിരുന്നത്. ഇന്ന് രേഖാമൂലം തന്നെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ഇവരെ ഇരുവരെയും, സിസയെ ഇവിടെ KTUവിന്റെ VC ആയും സജി ഗോപിനാഥിനെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ VC ആയും നിയമിച്ചതിന്റെ ഉത്തരവ് സഹിതം ഇന്ന് സത്യവാങ്മൂലം സമർപ്പിക്കുകയാണ് ചെയ്തത്. നാളെ 1-ാം നമ്പർ കേസായി ഈ വിഷയം സുപ്രീം കോടതി പരിഗണിക്കും.